പ്രത്യേക അന്വേഷണ സംഘം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഘത്തിനെതിരെ കടുത്ത ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ചലച്ചിത്ര താരം മാലാ പാർവതി രംഗത്ത് വന്നത്. മാലാ പാർവതി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രതികരിക്കാനായി സ്നേഹയാണ് ചേരുന്നത്. സ്നേഹ, മാലാ പാർവതി ഇന്ന് വലിയ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു. SIT ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് പെരുമാറുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ് ഇതിന്റെ വസ്തുത എന്ന് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. തീർച്ചയായും പ്രതീഷ്, അതായത് ഹേമ കമ്മിറ്റിയിൽ വിശ്വാസമില്ല, അവരുടെ SITയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നറിയിച്ചാണ് ഇപ്പോൾ മാലാ പാർവതി രംഗത്തെത്തിയിരിക്കുന്നത്. മാലാ പാർവതിയാണ് ഇപ്പോൾ തത്സമയം നമുക്കിപ്പം ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേസ് പിൻവലിക്കാൻ തയ്യാറാകുന്നത് പറയും? SITയുടെ കേസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഞാൻ ഒട്ടും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു മൊഴിയല്ല. നമ്മളോടിത് ഹേമ കമ്മിറ്റിയിൽ കേസ് കൊടുക്കുമ്പോൾ ഇത് നാളെ ഇതൊരു കേസാകും, ഇതിന് നിങ്ങളൊരു കേസ് ഫോർമാറ്റിൽ കൊടുത്തൊരു കാര്യമില്ല. നമ്മളുടെ തൊഴിലിടത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ നടത്തിയ സ്വകാര്യമായ വ്യക്തിപരമായ വൈയക്തികമായ ഒരുപാട് അനുഭവങ്ങളടക്കം ഹിയർസേ അടക്കം പല കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞതാണ്. നാളെ ഒരു നിയമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്, നമ്മളുടെ തൊഴിലിടം കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു ഇടമാകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നീട് അത് പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. അത് പിന്നെ കേസായി FIR എടുക്കാനായിട്ട് കോടതി എല്ലാ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും FIR ഇടാനായിട്ട് പറഞ്ഞു. FIR ഇടാൻ പറഞ്ഞപ്പോൾ SIT നിന്ന് വിളിച്ച് ചോദിച്ചിരുന്നത് കേസാക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു കേസാക്കാൻ താല്പര്യമില്ല. കാരണം അത് ഒരു വൺ ഓഫ് തിങ് ആണ്. അതിനകത്ത് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കെതിരെ നടന്ന ഒരു പ്രശ്നത്തിനെതിരെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ, പ്രൊഡക്ഷൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെയോ ഒക്കെ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഒക്കെ നമ്മളത് മുന്നോട്ട് പോകാൻ പറഞ്ഞേനെ. ഇത് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഒരു ആക്ടർ ചെയ്ത ഒരു ആക്റ്റാണ്. അപ്പോൾ അതൊരു പ്രോബ്ലമായി ഇരിക്കെ തന്നെ അതൊരു കേസൊന്നും ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിന് വേണ്ടി പറഞ്ഞല്ല. അതായത് ഇങ്ങനെ ഞാൻ എന്തിനാ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, നാളെ ഒരു സമയത്ത് ഒരു കോൺട്രാക്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അൺവാണ്ടഡ് ടച്ച് ഒഴിവാക്കാൻ, ഡയറക്ടർ പറയാത്ത ടച്ചേഴ്സ് ഒഴിവാക്കാനൊക്കെ ഉള്ള ക്ലോസൊക്കെ ഉണ്ടാക്കിയിട്ട് എഗ്രിമെൻ്റൊക്കെ ആക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടി അന്നും ഞാനത് അവരോട് പറയുന്നുണ്ട്, അങ്ങനെയുള്ള എഗ്രിമെൻ്റൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനുശേഷം നമുക്കിത് കേസ് എടുക്കാൻ താല്പര്യമില്ല. നിങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ കേട്ട കാര്യങ്ങൾ പറഞ്ഞു. അത് ആ പെൺകുട്ടിയുടെ പേരടക്കം എഴുതി വെച്ചിട്ട് അവർ FIR ആക്കിയിരിക്കുന്നു. അപ്പോൾ അത് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അതിന് താല്പര്യമില്ല. അതാണെങ്കിൽ ഞെട്ടിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് FIR ഇടാൻ, എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ, FIR എടുക്കാൻ താല്പര്യമില്ല എന്ന് SIT ഞാൻ അറിയിച്ചിട്ട് തിരിച്ചു പോന്നു. അതിനുശേഷം പല വ്യക്തികളെയും, അതായത് 2009 നടന്ന ഒരു ഇൻസിഡൻറ്റ്, ഒരു വിഷമമുണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഹേമ കമ്മിറ്റി പറഞ്ഞത്. അതിനുശേഷം 2009 മുതൽ 2024 വരെ നമ്മളിവിടെ നിൽക്കുമ്പോൾ സിനിമയിലെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടം സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ, നമ്മളോടൊപ്പം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പോലെയുള്ളവരെ വിളിച്ചിട്ട് അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത് പോലെ സംസാരിക്കുകയും അന്വേഷണ സംഘം ഇടപെടുകയും ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിന് കാരണമാകാൻ ഞാൻ തയ്യാറല്ല. ഒരു നിഷ്കളങ്കനായ, ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയും എൻ്റെ ഒരു മൊഴിയുടെ പേരിൽ ഒന്നും അനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അതെനിക്ക് ഒരു ദോഷമാണ്. അതൊരു തെറ്റായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. കാരണം ആണും പെണ്ണും എന്നൊന്നുമില്ല. സമൂഹത്തിൽ ഒരാൾ ഇൻജസ്റ്റിസ് അനുഭവിക്കേണ്ട കാര്യമില്ല. ഒരാൾ ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ അയാളെ പിടിച്ച് മാനസിക സംഘർഷത്തിലൂടെ കടത്തി വിടുന്ന കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഒരു മോഷണം നടന്ന് നമ്മൾ അമ്മൂമ്മയെ കൊണ്ടുപോയി അപ്പൂപ്പനെയും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ സമ്മതിക്കുമല്ലോ. അതുപോലെ നമുക്ക് ഉറപ്പുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇത് കൂടെ കടത്തി വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ കാരണമാകരുതെന്ന് തോന്നി. അതുകൊണ്ട് ആസ് എ സിറ്റിസൺ ഐ ഹാവ് റൈറ്റ്. ഞാൻ സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചു. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ എൻ്റെ കേസ് ഒന്ന് ക്വാഷ് ചെയ്ത് തരണം. ഇപ്പോൾ WCCയും ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എത്ര പറയും? WCCക്ക് എന്നല്ല, ഇതിനകത്ത് കേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കേസ് അന്വേഷിക്കണം. എനിക്ക് ആഗ്രഹമില്ലെന്നേ ഉള്ളൂ. ഞാനിത് പൊതുകാര്യമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ കാര്യമായിട്ട് പറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇതിനകത്ത് കേസ് അന്വേഷിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കേസ് അന്വേഷിക്കണം. ഇൻഡിവിജ്വൽ കേസസ് അല്ലേ, ഇൻഡിവിജ്വലായിട്ടല്ലേ SIT ചോദിക്കുന്നത്. ഇത് പൊതു സ്വഭാവം ഇല്ലല്ലോ, പൊതുകാര്യം ഇല്ലല്ലോ. മനസ്സിലായോ? ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് കേസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അത് പിന്നെയും അന്വേഷിക്കുന്നു. അതിൻ്റെ പേരിൽ ആരെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ സുപ്രീം കോടതിയോട് പറയുന്നു. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം.
അപ്പോൾ അതിന് നമ്മുടെ അപ്പലേറ്റ് ബോഡി എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ ഇത് ഇൻഫ്രക്ച്വസ് അല്ല, ഇതിനകത്ത് ഒരു ലീഗാലിറ്റി ഉണ്ട്. എൻ്റെ വ്യക്തിപരമായ എൻ്റെ ആവശ്യമാണ് എനിക്ക് കേസില്ല എന്നുള്ളത്. അതുപോലെ ഓരോ ആൾക്കാരും അത് ഇൻഡിവിജ്വലായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് കേസ് വേണോ വേണ്ടതെന്ന്. കേസ് വേണം എന്ന് പറയുന്ന മുഴുവൻ പേരുടെയും കേസ് അന്വേഷിക്കണം. എൻ്റെ കേസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് വേറൊരാളുടെ കേസ് ഇല്ലാതാവുന്നില്ല, അത് അന്വേഷിക്കപ്പെടും. കേസുമായി മുൻപോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് പോകാം, പക്ഷേ താൻ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് മാലാ പാർവതി പറയുന്നത്. പ്രജീഷ്.